തൊടുപുഴയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ്റേതാണ് ആ വാർത്ത. ആ ചേട്ടൻ്റെ ജീവിതമാർഗ്ഗം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഒരു സ്ത്രീ ആ ചേട്ടൻ്റെ ഓട്ടോയിൽ കയറുകയും അവർക്ക് സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഒരു തുണിക്കടയാണ്. തുണി, ചെരുപ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് എല്ലാ ആളുകൾക്കും അത് അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ കേട്ടത് സ്റ്റുഡിയോ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ. ആ ചേട്ടൻ പറഞ്ഞു ഒരുപാട് സ്റ്റുഡിയോ ഇവിടെ ഉണ്ട്, ഏതാണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സ്ത്രീ ആ ചേട്ടൻ്റെ വീഡിയോ എടുക്കുകയും ഒരു പുരുഷനും കൂടി അതിലുണ്ടായിരുന്നു, അയാളുമായിട്ട് സംസാരിക്കുകയും ആ സംസാരിക്കുന്ന വീഡിയോ ആ സ്ത്രീ എടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അനാവശ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അത് രണ്ടാമത്തെ വിഷയമാണ്. ആ ചേട്ടൻ ഇനി വെള്ളം അടിച്ചെന്നിരിക്കട്ടെ, അതെടുത്ത് വീഡിയോ എടുത്തിട്ടിട്ട് അദ്ദേഹത്തെ കരിവാരിത്തേക്ക് അദ്ദേഹത്തിൻ്റെ പണി ഇല്ലാതാക്കുകയും ചെയ്യുന്നതല്ല നല്ലൊരു പ്രവൃത്തി. നമ്മളെല്ലാവരും കയറി പോലീസൊന്നും ആകേണ്ട ആവശ്യമില്ല. അതിന് നിയമ നടപടികൾ വേണമെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ആ ചേട്ടൻ്റെ ജീവിതമാർഗ്ഗം മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ആ ചേട്ടൻ പറയുന്ന ആ സ്ത്രീക്ക് എന്തോ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് രണ്ടുപേർക്കും അവരെന്തോ കഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ ചേട്ടൻ പറയുന്നുമുണ്ട്. ഇപ്പോൾ ആര് കഴിച്ചു ആര് കഴിച്ചില്ല എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ ഓട്ടോയിൽ ആരും കയറുന്നില്ല, ആ ചേട്ടനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ആ ചേട്ടൻ ഒരു പാവപ്പെട്ട തൊഴിലാളിയാണ്. നമുക്കറിയാം തുച്ഛമായ വേതനമാണ് ഈ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗം മുട്ടി നിൽക്കുകയാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ചേട്ടനാണെങ്കിൽ, നിങ്ങളൊക്കെ തൊടുപുഴയിലുള്ള ആളുകളാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എന്നാണ് തോന്നുന്നത് ചേട്ടൻ്റെ ഓട്ടോയുടെ പേര്. അപ്പോൾ ആ വണ്ടിയിൽ കയറി അദ്ദേഹത്തെ സഹായിക്കണം അവിടെയുള്ള ആളുകളൊക്കെ. അല്ലാതെ ആ ചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വീണ്ടും പരിശോധിക്കണം. എനിക്ക് തോന്നുന്നത് ആ ചേട്ടൻ്റെ സംസാരത്തിൽ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, നമുക്കൊക്കെ വെള്ളം അടിച്ച പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു സ്ലാങ് ആണ് ആ ചേട്ടൻ്റേത്. അതുകൊണ്ട് അയാൾ വെള്ളം അടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പ്രചരിപ്പിക്കുന്ന എത്രയോ മോശമായ കാര്യമാണ്. ഒരു മനുഷ്യനെക്കുറിച്ച് അറിയാതെ ഇങ്ങനെയുള്ള അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് ശരിയായ ഒരു പ്രവൃത്തിയല്ല. പ്രത്യേകിച്ചും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഉണ്ടായാൽ അത് പോട്ടെ, മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, അത് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിടാനുള്ളതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്തിനാണ്? ഇതെല്ലാം കൂടി ഇട്ട് പ്രചരിപ്പിച്ച് ഒരാളെ കരിവാരി തിറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം. ഒരു പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിതം ഇല്ലാതാക്കുക.